2024 എന്നത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമായിരുന്നെങ്കിലും മോശമായ സിനിമകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും മലയാള സിനിമ ഈ വർഷം പിന്നിലായിരുന്നില്ല. ബോക്സ് ഓഫീസിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാത്ത നിരവധി സിനിമകൾ മലയാളത്തിൽ ഈ കൊല്ലവും പിറന്നിട്ടുണ്ട്. ദുർബലമായ കഥ പറച്ചിൽ, പ്രചോദനാത്മകമല്ലാത്ത സംവിധാനം, മോശം പ്രകടനങ്ങൾ എന്നിവയൊക്കെയാവാം കാരണങ്ങൾ. പുത്തൻ ആശയങ്ങളുടെ അഭാവം ആത്യന്തികമായി ഈ സിനിമകൾ വാണിജ്യപരമായി പരാജയപ്പെടാൻ കാരണമായി മാറി. സൂപ്പർ താര പരിവേഷം ഉണ്ടായിട്ടും പരാജയപ്പെട്ട ചിത്രങ്ങളും ഈ ലിസ്റ്റിലുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ കഥ പറഞ്ഞ സിനിമയായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാലിന്റേതായി ഈ വർഷം റിലീസായ ചിത്രങ്ങളിൽ വാലിബന് വമ്പൻ ഹൈപ്പാണ് പാരയായത്. ഹൈപ്പിനൊത്ത് ഉയരാൻ ഈ മോഹൻലാൽ ചിത്രത്തിന് കഴിഞ്ഞിരുന്നില്ല. അസാധ്യ മേക്കിംഗ് ആയിരുന്നു ചിത്രത്തിൻ്റെത്. എന്നാൽ ചിത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് രതീഷ് രഘുനാഥൻ സംവിധാനം ചെയ്ത തങ്കമണി. നടൻ ദിലീപാണ് ചിത്രത്തിൽ നായകനായി എത്തിയത്. തെലുങ്ക് നടി പ്രണിത സുഭാഷും പൂമരം ഫെയിം നീത പിള്ളയുമായിരുന്നു നായികാ വേഷത്തിലെത്തിയത്. 80കളുടെ മധ്യത്തിൽ ഇടുക്കിയിലെ തങ്കമണി എന്ന ഗ്രാമത്തിൽ പോലീസ് നരനായാട്ടിൽ ചോരപ്പുഴ ഒഴുകിയ ഒരു സംഭവത്തെ കുറിച്ചായിരുന്നു ചിത്രം പറഞ്ഞത്. ദിലീപിന്റെ തിരിച്ചുവരവ് ഇതിലൂടെ ആകുമെന്ന് കരുതിയവർക്കും തെറ്റുപറ്റി. സിനിമ ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിച്ചില്ല. ദിലീപിന്റെ തന്നെ പവി കെയർ ടേക്കർ ആണ് ഈ ലിസ്റ്റിൽ അടുത്തത്. വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രം കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണെന്ന് പറയാം. വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ ദിലീപ് സിനിമകളിലെ സ്ഥിരം ഫോമാറ്റിലുള്ള ചളികൾ തന്നെയാണ് ഈ സിനിമയ്ക്ക് വിനയായി മാറിയത്. കാലം മാറിയത് അറിയാതെയുള്ള കോമഡിയും ഹാസ്യരംഗങ്ങളും അതിനുവേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ സീനുകളും സിനിമയിലുടനീളം മുഴച്ചു നിന്നു. സംവിധായകൻ ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യയും ഈ വർഷത്തെ മോശം ചിത്രങ്ങളുടെ ലിസ്റ്റിൽ പെടും. നിവിൻ പോളിയായിരുന്നു സിനിമയുടെ നായകൻ, അനശ്വര രാജൻ നായിക. ധ്യാൻ ശ്രീനിവാസൻ സഹനടനായും ഇറങ്ങിയ ചിത്രം കോമഡി ഡ്രാമയായിരുന്നു. അധികം ഹൈപ്പൊന്നും ഇല്ലായിരുന്നുവെങ്കിലും നിവിന്റെ തിരിച്ചുവരവ് എന്നൊക്കെ ആരാധകർ വാഴ്ത്തിയ ഈ ചിത്രത്തെ ആദ്യ വാരം തന്നെ ആരാധകർ കൈവിട്ടിരുന്നു. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒന്നും തന്നെ സിനിമയിൽ ഇല്ലെന്ന വിമർശനവും ഉയർന്നു വന്നു. വിനായകൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പ്രേം ശങ്കർ സംവിധാനം ചെയ്ത ഹാസ്യ ചിത്രമാണ് തെക്കുവടക്ക്. എസ് ഹരീഷിന്റെ രാത്രി കാവൽ എന്ന കഥയിൽ നിന്നുമാണ് തിരക്കഥ ഒരുക്കിയത്. മാധവനായി ആദ്യ പകുതിയിൽ വിനായകനും ശങ്കുണ്ണിയായി രണ്ടാം പകുതിയിൽ സുരാജ് വെഞ്ഞാറമൂടും സ്വത്തിനും കഥാപാത്രങ്ങളുടെ പൂർണ്ണതയ്ക്കും വേണ്ടിയുള്ള അഭിനയ മത്സരമാണ് തെക്കുവടക്ക്. തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഒരു എന്റർടൈനർ കണ്ടുവെന്ന സംതൃപ്തിയിൽ കുടുംബ പ്രേക്ഷകർക്ക് രസകരമായി കണ്ടിരിക്കാനാവുന്ന ഈ ചിത്രം പക്ഷേ തിയേറ്ററിൽ വിജയം കണ്ടില്ല. ജയ്ക്ക് സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബനും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രമായ ഗർ, ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ ഒരുക്കിയ നടികർ എല്ലാം തന്നെ ഈ ലിസ്റ്റിൽ പെടും. തിയേറ്ററിൽ ചലനം സൃഷ്ടിക്കാൻ ഈ സിനിമകൾക്കൊന്നും കഴിഞ്ഞിട്ടുമില്ല.